ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചെടിച്ചട്ടിയിൽ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഒരു 6-7 കട്ടിങ്സ് ഇതിലൊന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് അധികം ശ്രദ്ധിക്കാനൊന്നും പോയില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അതിപ്പോൾ വളർന്ന് നല്ല നീളത്തിലായിട്ടുണ്ട്. ഇതിന് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ? അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു PVC പൈപ്പാണ് ഇത്. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ബാലൻസ് കിടന്നതാണ്. അതുപോലെ തന്നെ ഒരു കയറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ കയറിനെ നമുക്ക് ഈ പൈപ്പിലോട്ടൊന്ന് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ചുറ്റി കൊടുക്കാനായിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാത്ത വണ്ണം നമ്മൾ ടൈറ്റായിട്ട് ഇതൊന്ന് മുകളിൽ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ചുറ്റാം, അത് കുഴപ്പമില്ല. അതുപോലെ താഴെയും കുറച്ച് ഗ്യാപ്പ് വിടണം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ കയറ് ഇതുപോലെ ടൈറ്റായിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ ഇതുപോലെ മണി പ്ലാന്റ് ഒക്കെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ, നല്ല ചെടിച്ചട്ടിയിലൊക്കെ മണി പ്ലാന്റ് വളർത്തുകയാണെങ്കിൽ പല രീതിയിൽ നമുക്കതിനെ അലങ്കരിക്കാൻ പറ്റും. ഒരു പ്രത്യേക ഭംഗി തന്നെയാണത് നമുക്ക് കാണാനായിട്ട്. പല രീതിയിലും ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അതിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഒരുവിധം നല്ല നീളത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതായിട്ട് തന്നെ ഇതിനെ ഒന്ന് അലങ്കരിക്കാൻ പോവുകയാണ്. ഞാനിത് ചുറ്റാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് കാരണം സിറ്റ് ഔട്ടിലോട്ട് കയറി നിന്ന് ഇതെന്തായാലും ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിയും കൂടെ ചുറ്റി പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അവസാനം ഇതെങ്ങനെ കെട്ടണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ ഒരു ഐഡിയ കിട്ടി. നമ്മൾ സാധാരണ മുറിവിനൊക്കെ നമ്മൾ കെട്ടുമ്പോൾ അതിനൊന്ന് പകുതി ഇങ്ങനെ കീറി, ആ തുണിയെ കീറിയിട്ട് നമ്മൾ കെട്ടത്തില്ലേ, അതുപോലെ ഈ കയറിനെ രണ്ടായിട്ടൊന്ന് പിരിച്ച് അതിനെ വെച്ച് നമുക്കൊന്ന് ചുറ്റി കെട്ടി നോക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളിതിനെ കെട്ടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും മാക്സിമം നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റുന്ന അത്രയും ടൈറ്റാക്കി വേണേ കെട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ കയർ ചുറ്റിയ PVC പൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഈ PVC പൈപ്പിൻ്റെ ഒരു ഭാഗം നമ്മുടെ ചെടിച്ചട്ടിയുടെ മിഡിലായിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് നല്ല തിരുകി ഇറക്കി വെച്ച് കൊടുക്കണം. നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പാകത്തിന് നല്ലതുപോലെ അതിന് ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കണേ. ഞാനിവിടെ 2-3 ചെറിയ കല്ലൊക്കെ വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അത് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ മണി പ്ലാന്റിൻ്റെ ഓരോരോ ശാഖകളും ഇതുപോലെ നമുക്കൊന്ന് ഇതിലോട്ട് ചുറ്റി കൊടുക്കാം. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും നിൽക്കത്തില്ല ഇത്. അപ്പോൾ നമുക്ക് വല്ല ചെറിയ കമ്പികളോ എന്തെങ്കിലും വെച്ച് കെട്ടി ഒന്ന് സപ്പോർട്ട് കൊടുക്കാം. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേരുകളെല്ലാം നമ്മൾ ഈ ചുറ്റി വെച്ചിരിക്കുന്ന കയറയിൽ പിടിച്ച്, പിന്നെ നമുക്ക് മറ്റത് നമ്മൾ സപ്പോർട്ടിന് കൊടുത്ത് എല്ലാം റിമൂവ് ചെയ്താലും ഇത് നല്ലതായിട്ട് തന്നെ അതിൽ ഫിക്സായിട്ട് നിന്നോളും. ചിലത് നല്ല നീളത്തിൽ തന്നെ വളർന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്ന ഇതൊക്കെ നല്ല നീളത്തിലാണ് വളർന്നിരിക്കുന്നത്. നമുക്ക് നല്ലപോലെ ചുറ്റി കൊടുക്കാനുള്ളതുണ്ട്. പക്ഷേ ചിലത് തീരെ ചെറുതുമാണ് കേട്ടോ. കാണാൻ ഭംഗിയുണ്ട്. താഴെ മൂടിൻ്റെ ഭാഗത്ത് നല്ല അടുക്കി നിൽക്കുകയും പിന്നെ മുകളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട്. ഇനി ഇത് കുറച്ച് ദിവസവും കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വളർന്നു വരുമ്പോൾ നമുക്ക് ഇതുപോലെ പടർത്തി കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമേ. എന്തായാലും മഴയും തീർന്നു, അതുപോലെ തന്നെ എൻ്റെ മണി പ്ലാന്റിൻ്റെ ഈ പണിയും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെവിടെയെങ്കിലും ഒന്ന് വച്ച് ഇതിൻ്റെ ഒന്ന് ഭംഗി ആസ്വദിച്ചാലോ? അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.